അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്ത് 10-ാമത്തെ ആയത്ത്. ഇതൊരു ദാവൂദ് അലൈഹി ഇസ്ലാമിൻ്റെ മുഅ്ജിസത്തുകളാണ്. ഭയങ്കരമായി അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യനായിരുന്നു. പർവ്വതങ്ങൾ അദ്ദേഹത്തിനോടൊപ്പം കീർത്തനം ചൊല്ലുമായിരുന്നു. അത് അള്ളാഹു നിർദ്ദേശിച്ചാണ്. ദാവൂദ് നബിക്ക് സബൂർ എന്നൊരു കിതാബ് കൊടുത്തിട്ട് നമുക്കറിയാം. അത് അദ്ദേഹം ഓതുമ്പോൾ മലകളൊക്കെ അവിടെ നിന്നിരുന്ന് ഏറ്റ് ചൊല്ലുമായിരുന്നു. അതുപോലെ തന്നെ പക്ഷികളും അദ്ദേഹത്തിനോടൊപ്പം നിന്ന് ഏറ്റ് ചെല്ലുമായിരുന്നു. അതുകൂടാതെ അദ്ദേഹത്തിന് ഇരുമ്പ് മയപ്പെടുത്തി കൊടുത്തു. ഇത് മറ്റൊരു മോചിസത്താണ്. അതായത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇരുമ്പ് ഭയങ്കര മൃദുലമായി മാറുമായിരുന്നു. അത് എങ്ങനെ വേണമെങ്കിലും പിടിച്ച് വളയ്ക്കുകയോ പിരിക്കുകയോ ഒക്കെ ചെയ്യാം. അതായത് ഇരുമ്പ് കൊണ്ട് കളിക്കാനുള്ള ഒരു കഴിവ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടാക്കി അടിച്ച് വളയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇതങ്ങനെയല്ല, വെറുതെ കൈയോട്ട് പിടിച്ച് വളച്ചാൽ ഇരുമ്പ് ദാവൂദ് നബിയുടെ കയ്യിൽ സോഫ്റ്റാണ്, ഭയങ്കര എങ്ങനെ വേണമെങ്കിലും പിടിച്ച് വളയ്ക്കും. അടുത്ത ആയത്തിൽ പറയുന്നു, പൂർണ്ണ വലിപ്പമുള്ള കവചങ്ങൾ നിർമ്മിച്ചു. അതായത് അന്നത്തെ വലിയ, ഇന്നിപ്പോൾ വിമാനം കണ്ടുപിടിച്ചു അല്ലെങ്കിൽ മൊബൈൽ കണ്ടുപിടിച്ചു എന്നൊക്കെ പറയുന്ന പോലെ അന്നത്തെ വലിയൊരു ശാസ്ത്രീയ കണ്ടുപിടുത്തമായിരുന്നു പടച്ചട്ട. അപ്പോൾ ഈ ചങ്ങല കൊണ്ടുള്ള പടച്ചട്ടകളാണ് ഉണ്ടാക്കിയത്. ചങ്ങലയുടെ വലിപ്പം കൂടിക്കഴിഞ്ഞാൽ കുന്തം അമ്പൊക്കെ അതിൻ്റെ ഉള്ളിൽ കടന്നു പോകും. തീരെ ചെറുതായി കഴിഞ്ഞാൽ ബലം കുറയും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഒരു അളവിൽ ഉണ്ടാക്കി ചങ്ങല പോലത്തെ ഉടുപ്പ് ഉണ്ടാക്കി മേല് മുഴുവൻ മറയ്ക്കാനുള്ള കഴിവ്. അതായത് അദ്ദേഹത്തിന് ഇരുമ്പിനെ പിടിച്ച് വളയ്ക്കാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് പുതിയൊരു കണ്ടുപിടുത്തവും അദ്ദേഹം നടത്തി.